ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് വലിയ ശനിയാഴ്ച 50 നോമ്പിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 23 52 മുതലുള്ള വചനങ്ങൾ. അരിമത്തിയാക്കാരൻ ജോസഫ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാബത്തിൻ്റെ ആരംഭവുമായിരുന്നു. 24 അധ്യായം ആദ്യ വചനങ്ങൾ ഇപ്രകാരമാണ്: അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്തു കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. ഈ വലിയ ശനിയാഴ്ച നമ്മുടെ ചിന്ത എപ്പോഴും ചെന്ന് നിൽക്കുന്നത് അടച്ചു ഭദ്രമാക്കപ്പെട്ട ഒരു കല്ലറയിലും അതിനുശേഷം ശൂന്യമായ ഒരു കല്ലറയിലുമാണ്. മനുഷ്യപുത്രൻ, ദിവ്യരക്ഷകൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് 3 ദിനം അവിടെ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ വിശ്വാസ സത്യമാണ്, നമ്മുടെ വിശ്വാസ രഹസ്യമാണ്. പാതാളത്തിലുള്ളവരെ സന്ദർശിക്കുവാൻ ദിവ്യരക്ഷകന് ആ കല്ലറയിൽ കഴിയേണ്ടിയിരുന്നു. സർവത്തിൻ്റെയും അധിപതിയായ അവിടുന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ആരും അറിയാതെ കഴിയുക എന്നത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ അവസ്ഥകളിലൂടെയും അവിടുന്ന് കടന്നുപോയി എന്നുള്ളതാണ് ഈ രഹസ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അടച്ചു ഭദ്രമാക്കപ്പെട്ട ആ കല്ലറയുടെ പുറത്ത് നമുക്ക് നിൽക്കാം. അതിനുള്ളിൽ കഴിയുന്നത് ആരാണ്? ലോകരക്ഷകനായി വന്നവൻ, ദൈവപുത്രനായ ഈശോ മിശിഹ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അടച്ചു ഭദ്രമാക്കപ്പെട്ട ഒരു സ്ഥലത്ത് ആരാലും അറിയപ്പെടാതെ കഴിയുന്ന നാളുകളോ ദിവസങ്ങളോ ഒക്കെ ഉണ്ടായി എന്ന് വരാം. അത് പാതാളത്തിൽ കഴിഞ്ഞ ഈശോയോടൊപ്പം നാമും ആയിരിക്കുന്ന സമയങ്ങളാണ്. പിന്നീട് അവിടെ നിന്ന് സംഭവിക്കുന്നത് വലിയൊരു ഉയിർപ്പാണ്. ഉയിർപ്പിന് ഒരുക്കമായുള്ള ദിനങ്ങളാണ് ഈ രഹസ്യ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ. നമ്മുടെ ചിന്തയെ ആ ശൂന്യമായ കല്ലറയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. 3 ദിനത്തിന് ശേഷം ഒരു കല്ലറ വന്ന് നോക്കുമ്പോൾ അത് തുറന്നിരിക്കുന്നതും ശൂന്യമായിരിക്കുന്നതും നമ്മൾ കാണുകയാണ്. ലോകത്തൊരിടത്തും സംഭവിക്കാത്തൊരു കാര്യം. ഒരു കല്ലറയിൽ 3-4 ദിനം കഴിഞ്ഞ് നമ്മൾ ചെല്ലുകയാണെങ്കിൽ പുഴുവരിച്ച ഒരു ശരീരം, പുഴുക്കൾക്ക് ഭക്ഷണമായ ഒരു ശരീരഭാഗങ്ങളല്ലേ കാണുകയുള്ളൂ. പാപരഹിതനായ ദിവ്യരക്ഷകന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് മാത്രം. അപ്പോൾ ആ ശൂന്യമാക്കപ്പെട്ട കല്ലറ നമുക്ക് വലിയൊരു പ്രത്യാശ പകരുന്ന കല്ലറയാണ്. നമ്മുടെ എല്ലാ ജീവിത ക്ലേശങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ചാലും അതിനെല്ലാം ഒരു പരിസമാപ്തി ഉണ്ടെന്ന് ശൂന്യമാക്കപ്പെട്ട കല്ലറ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ഉയിർപ്പ് നമുക്കുണ്ട്. വലിയ പ്രത്യാശയുടെ അടയാളമായി ശൂന്യമാക്കപ്പെട്ട കല്ലറ നമുക്ക് മുമ്പിലുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം ഉത്ഥാന തിരുനാളിലേക്ക് നമ്മൾ കടക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ സഹനങ്ങൾക്കും ഒരു പ്രതിഫലമുണ്ടെന്ന്, ദൈവത്തിൽ നിന്നൊരു സമ്മാനമുണ്ടെന്ന്, അത് വലിയ ഉയർപ്പിലേക്കും നിത്യജീവനിലേക്കുമാണ് നമ്മളെ നയിക്കുന്നതെന്ന് നമുക്കും ഉറച്ച് വിശ്വസിക്കാം. ഈ വലിയ ശനിയിൽ നമുക്ക് നമ്മുടെ എല്ലാ പാപത്തിനും മരിച്ച് ആ കല്ലറയിലായിരിക്കാം. നമുക്കും ഉയർത്തെഴുന്നേൽക്കണം, പുതിയ വ്യക്തിയായി, പുതിയ ചൈതന്യത്തോടെ, പുത്തൻ തീരുമാനങ്ങളോടെ, പുതിയ ബോധ്യങ്ങളോടെ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.